കേരളത്തിൽ ചരിത്രത്തിലെങ്ങും കേൾക്കാത്ത രീതിയിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ നാം ഒരിക്കലും മറക്കരുത്. കുടിവെള്ളം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒന്നുകിൽ മല്ലിയിട്ട വെള്ളം, അതല്ലാന്നുണ്ടെങ്കിൽ രാമച്ചം ഒരല്പം ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആയുർവേദ കടയിൽ പോയി കഴിഞ്ഞാൽ തേറ്റാമരൽ എന്ന് പറയുന്ന സാധനം മേടിക്കാൻ കിട്ടും. അത് ഇട്ട് തിളപ്പിച്ച് ആറിയ വെള്ളം. ഇതെല്ലാം ആറിയ വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. മല്ലി, രാമച്ചം, തേറ്റാമരം ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചുകൊണ്ടുള്ള വെള്ളം മാത്രം കുടിക്കാൻ പറ്റും. എരിവ് പുളിയുള്ള വസ്തുക്കൾ നിർബന്ധമായും കഴിക്കാൻ ഇപ്പോൾ കൊടുക്കരുത്. സാമ്പാർ, രസം, തൈര്, അച്ചാറ്, ചമ്മന്തി, പരമാവധി നോൺ വെജ് ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ഈ അസിഡിക് ഫുഡുകൾ കുട്ടികളിൽ ചൂടിന്റെ അംശത്തെ കൂട്ടുകയും കൂടുതൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം. ദിവസവും കുളിപ്പിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം, ഡോക്ടർ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് ദിവസവും കുളിക്കാൻ പരിശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, കുളിക്കുന്നതിന് വേണ്ടി ഒന്നുകിൽ രാമച്ചം ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളം, അതല്ലെങ്കിൽ നാൽപ്പാമരം ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മാത്രം കുളിക്കാൻ ശ്രമിക്കുക. ഒരു ദിവസത്തിൽ 2 or 3 തവണ ബോഡി ഷവർ നിർബന്ധമായും ചെയ്യുക. തല ഒരു വട്ടം മാത്രം കുളിച്ചാൽ മതി. ശ്രദ്ധിക്കുക, കുളിച്ചു കഴിഞ്ഞാൽ രാസ്താതി കൂടി തിരുമാൻ മറക്കരുത്. ധാരാളം ഫ്രൂട്ട്സുകൾ കഴിക്കേണ്ടുന്ന സമയമാണ് ഈ ചൂടുകാലം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് തണ്ണിമത്തൻ പോലെയുള്ള മധുരരസമുള്ള ഫ്രൂട്ട്സുകളാണ് കഴിക്കേണ്ടത്. ഒരു കാരണവശാലും മുന്തിരി, ഓറഞ്ച്, കിവി തുടങ്ങിയ പുളിരസമുള്ള ഒരു ഫ്രൂട്ട്സും ഇപ്പോൾ കഴിക്കാൻ കൊടുക്കരുത്. ഏപ്രിൽ, മെയ് മാസങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിതീവ്രമായ ചൂട് കൊണ്ടുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളെ നേരിടുന്നതിന് ഇത്തരം ചെറിയ ചെറിയ ടിപ്പുകൾ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിചരിക്കുക. താങ്ക് യു.